ഈ കൃത്യം ഉടമ്പടി എടുത്ത് 2 മാസം തികയുന്നതിന് മുൻപേ എനിക്ക് എൻ്റെ വിസ ഇപ്പോൾ അടിച്ചു വരികയും ചെയ്തു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ, ആദ്യത്തെ ഉടമ്പടി തിരികളിൽ നീലത്തിരി തീരുന്നതിന് മുമ്പ് എനിക്ക് COS കിട്ടി. ആ പച്ചത്തിരി തീരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ വിസ ലഭിക്കണമെന്ന്. ഈ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ഉടമ്പടിയിൽ ലഭിച്ച എൻ്റെ പച്ചത്തിരിയും കൂടി തീരുകയാണ്. അതിന് മുമ്പ് എനിക്ക് ഈ മാതാവ് വിസ എൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് സിംഗപ്പൂർ ഡ്രൈവറാണ്. അപ്പോൾ സിമെൻറ്റ് ട്രക്കറാണ് ഓടിക്കുന്നത്. രാവിലെ 5:30 ഞാനിവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞാൻ ആളെ വിളിക്കാറുണ്ട്. അന്ന് വിളിച്ചപ്പോൾ ആൾ ഫോൺ എടുക്കണില്ല. അപ്പോൾ മാക്സിമം എടുക്കണ ആളാണ്, എന്തോ ഉണ്ടെന്ന് തോന്നി. പക്ഷെ അധികം ഒന്നും കാര്യമാക്കിയില്ല, തിരക്കെന്തെങ്കിലും ആണെന്ന് വിചാരിച്ച്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ, രാവിലെ ഇവിടുത്തെ 8 മണിയായപ്പോൾ അവിടെ 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടി. ആളുടെ വലിയൊരു വണ്ടിയാണ്. അപ്പോൾ സൈഡിൽ വേറൊരു കാറ് വന്ന് അവരുടെ മിസ്റ്റേക്കായിരുന്നു, തട്ടി. പക്ഷേ 2 കൂട്ടർക്കും ഒരു കേസിലേക്കോ അല്ലെങ്കിൽ ഒരു അപകടങ്ങളോ ഇല്ലാതെ മാതാവ് അവിടെയും കാത്ത് പരിപാലിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ എപ്പോഴാണ് തട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ സമയം പറഞ്ഞു. ആ സമയം വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ 5:30 ആയിട്ടുള്ളൂ. ഞാൻ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രാർത്ഥന എത്തിക്കുന്ന സമയമാണ്, മാതാവാണ് കാത്തത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടിയിലില്ലാത്ത നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. എൻ്റെ കാലിൽ എനിക്ക് യാത്രയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നീര് വരും. മാതാവിൻ്റെ തൈലമെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്കിതിന് ശേഷം ഇതുവരെയായിട്ട് എൻ്റെ കാലുമ നീര് വരികയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിയായാൽ 9 വയസ്സുള്ളൊരു മോളാണ് എനിക്കുള്ളത്. അവളും ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു അസുഖം വന്ന കൃപാസനത്തിൽ മാതാവിൻ്റെ തൈലോ തേനോ തരോ എന്ന് ചോദിക്കും. അവൾ തന്നെ പ്രാർത്ഥിക്കും. ഞാൻ കിടക്കുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ധ്യാനത്തിൻ്റെ ഇത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അതിട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ ഇട്ടില്ലെങ്കിൽ മോൾ എന്നോട് വയ്ക്കും, കൃപാസനത്തിൽ ഇടണില്ലേ മമ്മി, കൃപാസനത്തിൽ ധ്യാനം ഇടണില്ലേ എന്ന് ചോദിക്കും. 9 വയസ്സുള്ള അവൾക്ക്. അവളും നല്ല രീതിയിൽ മാതാവിനോട് അടുത്തിട്ടുണ്ട്.